ധ്യാനിച്ചിടുന്നു പാലക സർവമായി നിന്റെ ചേവടി എൻ ശിരസ്സതിൽ ഏറ്റുകൊള്ളുവാറായി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, ഈ പുതിയ പ്രഭാതം വന്നനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേ ആരാധിച്ചു മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ഹൃദയം കർത്താവെ അങ്ങിലെപ്പോഴും ആനന്ദിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യും. അങ്ങ് ദരിദ്രനെയും ധനികനെയും ഒന്നുപോലെ സ്നേഹിക്കും. അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഇതാ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങെ ആരാധിച്ച് സൂക്ഷിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയാം. കാരുണ്യവാനായ കർത്താവെ, ഓരോ പ്രഭാതവും ഞങ്ങളെ അറിയിക്കുന്നത് നിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നീ ഞങ്ങളോട് കാണിച്ചത്. ദൈവപുത്രനെന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് ആനയിക്കും. ഈ പ്രഭാതത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിച്ച് സൂക്ഷിച്ച് മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയും. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് സിനഗോഗിൽ പ്രവേശിക്കുകയും അധികാരമുള്ളവനെ പോലെ അവൻ പഠിപ്പിച്ചു. പെട്ടെന്നാണ് ഒരു പൈശാചിക ശക്തി ബാധിച്ച മനുഷ്യൻ എഴുന്നേറ്റുകൊണ്ട് നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിക്കുന്നു. ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന് അവൻ പറഞ്ഞു. യേശുവിനെ ശാസിച്ചുകൊണ്ട് നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് പുറത്തു പോവുക എന്ന്. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് പുറത്തേക്ക്. ദുഷ്ടാത്മാക്കളുണ്ട്, അശുദ്ധാത്മാക്കളുണ്ട്, രോഗം വരുത്തുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, പൈശാചിക ശക്തികൾ. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ ജ്ഞാനസ്നാനം വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അധികാരമാണ് ഈ തിന്മയുടെ ശക്തികളെയൊക്കെ ബഹിഷ്കരിക്കാനുള്ള അധികാരം. യേശുനാമത്തിൽ സകല തിന്മകളെ ബഹിഷ്കരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഓരോ പ്രഭാതത്തിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മിലുള്ള എല്ലാ തിന്മയുടെ ശക്തിയെ യേശുനാമത്തിൽ ഞാൻ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് ബഹിഷ്കരണം നടത്തുവാൻ സാധിക്കുമെങ്കിൽ ഒരു തിന്മയുടെ ശക്തിയും നിങ്ങളെ ബാധിക്കില്ലെന്ന് കർത്താവ് പറയുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. അതുകൊണ്ട് നിനക്ക് തന്നിരിക്കുന്ന ദൈവിക ശക്തിയുടെ നിറവിൽ ജീവിക്കാനായിട്ട് നിനക്ക് സാധിക്കണമെങ്കിൽ സകല തിന്മകളെയും നീ ബന്ധിച്ച് ബഹിഷ്കരിച്ച ദൈവത്തിൻ്റെ കൃപയുടെ നിറവിൽ ജീവിക്കാനായിട്ട് നിനക്ക് കഴിയണം. ഒന്നും മിണ്ടാതെ നിശബ്ദനായ മനുഷ്യനെ തള്ളിയിട്ടിട്ട് പുറത്തേക്ക് പോയ പൈശാചിക ശക്തിയെപ്പോലെ നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഈ തിന്മയുടെ ശക്തികൾ പുറത്തു. പക്ഷെ നിനക്ക് ആ വിശ്വാസം ഉണ്ടായിരിക്കണം, സംശയത്തോടു കൂടിയായിരിക്കരുത്. നിങ്ങളെ ഏറ്റുപറയണം, യേശുവിൻ്റെ നാമത്തിൽ, നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കും. എൻ്റെ ഭവനത്തിൽ നിന്ന്, ഈ വ്യക്തിയിൽ നിന്ന് നീ പുറത്തുപോയി. ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന സർവരുടെയും ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ എല്ലാ തിന്മകളെയും ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കും. കാരുണ്യവാനായ യേശുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ശക്തിയും അനുഭവിച്ചറിയുക. ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന്. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, രോഗപ്പെടുത്തുന്ന, അശുദ്ധി വരുത്തുന്ന എല്ലാ തിന്മകളും നിങ്ങളെ മോചിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ തിന്മകളെ ബന്ധിച്ച് ബഹിഷ്കരിക്കും. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. യേശുവിൻ്റെ തിരുനാമത്തിൻ്റെ ശക്തിയാൽ സകല തിന്മകൾ ഞങ്ങളെ മോചിച്ച ദൈവകൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ.